ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ സേവിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത അനേക സമർപ്പിത ജീവിതങ്ങളെയാണ് നാം മർത്ത ആൻഡ് മേരിയിലൂടെ പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്ന് ഈ എപ്പിസോഡിലും നമുക്ക് പുതിയൊരു വിശിഷ്ട അതിഥിയുണ്ട്. ആദ്യമായി തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഈ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ മൂലമറ്റം ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിൽ ദീർഘകാലമായി മാനസിക ചികിത്സാ വിഭാഗത്തിൻ്റെ മേധാവിയായി സേവനം ചെയ്യുന്ന ഡോക്ടർ സിസ്റ്റർ ആനി സിറിയക് SH തൻ്റെ ദൈവവിളിയെക്കുറിച്ചും സമർപ്പിതയായ ഒരു ഡോക്ടറായി തീർന്നതിനെക്കുറിച്ചും സിസ്റ്റർ നമ്മോട് പങ്കുവയ്ക്കുന്നു. സിസ്റ്ററിനെ ആദ്യമായി തന്നെ മർത്ത മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എനിക്ക് തോന്നിയ ഒരു കാര്യം ആദ്യമായി തന്നെ ചോദിക്കട്ടെ. സിസ്റ്ററിൻ്റെ പേര് ഡോക്ടർ സിസ്റ്റർ ആനി സിറിയക് എന്നാണ്. ഡോക്ടർ ആയതിനു ശേഷമാണോ സിസ്റ്റർ ആയത്, അതെയോ സിസ്റ്റർ ആയതിനു ശേഷമാണോ ഡോക്ടർ ആയത്? അത് ഞാൻ വളരെ ചെറുപ്പത്തിലേ തന്നെ സിസ്റ്ററാകാൻ വന്നതാണ്. 18 വയസ്സിൽ സിസ്റ്ററായി. അതിനുശേഷമാണ് പ്രീ ഡിഗ്രിക്ക് പോകുന്നതും അൽഫോൺസ കോളേജിൽ പോയി പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ച്. അപ്പോൾ സഭയുടെ ആവശ്യം എന്നതുപോലെ അധികാരികൾ മെഡിസിൻ പഠിക്കാനായിട്ട് എന്നെ അയക്കുകയാണ് ഉണ്ടായത്. എന്നെ ഇവിടെ നിന്ന് ഇറ്റലിയിൽ പാദുവ എന്ന സ്ഥലത്താണ് എൻ്റെ മെഡിസിൻ പഠനത്തിനായിട്ട് എന്നെ വിട്ടത്. അവിടെ നിന്ന് മെഡിസിൻ പഠിച്ച് ശേഷം കേരളത്തിൽ തിരിച്ചെത്തി. അതിനുശേഷം ഞാൻ PG ചെയ്യുന്നതിനായി മാംഗ്ലൂർ പോയി. അവിടെ വെച്ച് ഡിഗ്രി എടുത്തു. അങ്ങനെ എല്ലാം സഭയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ എല്ലാ ഉന്നത വിദ്യാഭ്യാസവും എന്ന് പറയുന്നത് തെറ്റില്ല. മൂലമറ്റം ബിഷപ്പ് വയൽ ഹോസ്പിറ്റലിൽ എത്ര നാളായി സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ PG എക്സാമിനേഷനെല്ലാം കഴിഞ്ഞ് 96 അവസാനത്തോടു കൂടിയാണ്. അതിനുശേഷം ഉടനെ തന്നെ ബിഷപ്പ് വയൽ മെഡിക്കൽ സെൻറ്ററിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി എത്രയും വേഗം അവിടെ വന്ന് ജോയിൻ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഒരു 20 വർഷത്തോളമായി ഞാൻ ബിഷപ്പ് വയൽ മെഡിക്കൽ സെൻറ്ററിൽ ജോലി ചെയ്യുക. വന്ന സമയത്ത് എൻ്റെ ഒരു 1993 സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആരംഭിച്ചത്. ഒരു ഡോക്ടർ സുദർശൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഞാൻ വരുമ്പോൾ ഡോക്ടർ സുദർശൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2000 കൂടി ഞാൻ അവിടുത്തെ ചാർജ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇനി സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊന്ന് ചോദിച്ചോളട്ടെ. സിസ്റ്ററിൻ്റെ വിശ്വാസപരമായ ജീവിതം നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ പള്ളിയിലെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള ഒരു സാഹചര്യം സിസ്റ്ററിന് ഉണ്ടായിട്ടുണ്ടോ? കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ നമ്മൾ ചെറിയ കാലം മുതൽ ഓർക്കുമ്പം വീട്ടിലെ അന്തരീക്ഷത്തിൽ നല്ല പ്രാർത്ഥനാ അന്തരീക്ഷമായിരുന്നു പറയാം. മാതാപിതാക്കൾ നല്ലപോലെ പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ളവരായിരുന്നു. അപ്പം അമ്മ പള്ളിയിൽ മിക്കവാറും പോകുമ്പോൾ അമ്മയുടെ കൂടെ എന്നെയും കൊണ്ടുപോവുക പതിവായിരുന്നു. അങ്ങനെ ദൈവാലയത്തിൽ പോകാനും പ്രാർത്ഥിക്കാനും എല്ലാം വളരെ താല്പര്യം തോന്നിയിരുന്നു. കൂടാതെ ആദ്യ കുർബാന സ്വീകരണ സമയം അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവം, ആഴമായ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. ആദ്യ കുർബാന കൈക്കൊണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞെന്നാൽ കൂടുതൽ താല്പര്യത്തോടെ പള്ളിയിൽ പോകുന്നതിനും അതെല്ലാം ഓരോ ദിവസവും ഒരു വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകണമെങ്കിൽ ഒരു 2 കിലോമീറ്ററോളം നടക്കണമായിരുന്നു അക്കാലത്ത്. പക്ഷെ അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നടന്ന് കൂട്ടുകാരുടെ കൂടെ പോയി പള്ളിയിൽ പോയി കുർബാന പങ്കുകൊള്ളുകയും അങ്ങനെ അവിടെ പള്ളിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കുചേരുകയും ചെയ്തിരുന്നു. ഇവിടെ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ നല്ല ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമൊക്കെ വളർന്നു വന്നിരുന്നു. ഇവിടെ ഞങ്ങളിൽ ഏറ്റവും കുഞ്ഞായിരുന്നു, ഇളയ കുട്ടിയാണ്. എല്ലാവരുടെയും നല്ല സ്നേഹം അവൾക്ക് കിട്ടിയിരുന്നു. എല്ലാം കൊണ്ടും മാതൃകാപരമായിരുന്നു. വേദപാഠത്തിലും പഠനത്തിലും എല്ലാം വളരെ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി സിസ്റ്ററാണ്. അവരുടെ പ്രത്യേക താല്പര്യം ഇവരോടുണ്ടായിരുന്നു. അങ്ങനെയാണ് മഠത്തിൽ പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ താല്പര്യം അവർക്കുണ്ടായത്. SLC കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞമ്മയുടെ അടുത്ത് പോവുകയും പതിവായിട്ട് സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞമ്മയുടെ ഒരു ഗൈഡ് ലൈനാണ് മഠത്തിൽ പോകാനുള്ള താല്പര്യം ഉണ്ടായത്.
അപ്പോൾ അതിനെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ നല്ല ഒരു നിലയിൽ അവൾ എത്തി. ഒരുപാട് പേർക്ക് ആശ്വാസം പകരാനും ഒരുപാട് പേരുടെ വേദനയ്ക്ക് പരിഹാരം കാണാനൊക്കെ ഒരു സന്ദർഭം ഉണ്ടായതിൽ കുടുംബത്തിനും സഹോദരങ്ങൾക്കൊക്കെ ആത്മാഭിമാനം തോന്നും. നല്ല ഒരു പെരുമാറ്റവും നല്ല ഇടപെടലുകളും ഞങ്ങളെല്ലാം സഹോദരങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ഇവൾ നടത്തിയ ആത്മാർത്ഥമായ ആ ഇടപെടൽ ഇന്നും ഞങ്ങളെ യോജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു കണ്ണിയായി ഇന്നും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആണ്ടിൽ 2-3 തവണയെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് സന്ധിച്ച് സഹോദരങ്ങളും മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടുന്നതിനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് ചിന്നമ്മയാണ്. ചിന്നമ്മ എന്നാണ് സ്കൂളിൽ അവൾക്ക് പേര് വിളിച്ചിരുന്നത്. ഇപ്പോൾ സിസ്റ്റർ ആനി സിറിയക്ക് എന്ന് പേര്. ഇപ്പോൾ ഡോക്ടറായതോടുകൂടി ഒരുപാട് പേർക്ക് ആശ്വാസം പകരാനും മാതൃകയായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞു. നല്ല നിലയിൽ എത്തുവാൻ കഴിഞ്ഞു. ദൈവവിളി സ്വീകരിക്കണം, ദൈവത്തോടൊത്ത് ജീവിക്കണമെന്ന് തീരുമാനിച്ചത് എപ്പോഴായിരുന്നു? അത് വളരെ ചെറുപ്പം മുതലേ തന്നെ കൊച്ചുത്രേസ്യ പുണ്യവതിയെ പോലെ ഒരു നല്ല സിസ്റ്ററായി ഒരു പുണ്യവതിയായി തീരണമെന്ന് ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിച്ചു എന്ന് തന്നെ പറയാം. അതനുസരിച്ച് സ്കൂളിൽ പോവുകയും പഠിക്കുമ്പോഴും വളർന്നു വരുന്തോറും ഇതിങ്ങനെ സിസ്റ്റർ ആകണം എന്നുള്ള ആഗ്രഹത്തോടെ വളർന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനടി മടത്തി പോകണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു. അത് 10ാം ക്ലാസ് പൂർത്തീകരിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ആഗ്രഹത്തിന് അനുസൃതമായി കോൺവെൻറ്റിലേക്ക് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അതികുർബാന സ്വീകരിച്ചതിന് ശേഷം മുതൽ ഈശോയുമായിട്ട് സംസാരിക്കാൻ വളരെ താല്പര്യമായിരുന്നു. മുറിയിൽ പ്രവേശിച്ച് കതകടച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് ആരും കാണാതെ ഈശോയോട് സംഭാഷിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഏറെ താല്പര്യമുണ്ടായിരുന്നു ചെറുപ്പത്തിലേ തന്നെ. ഈ കാര്യം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആദ്യമേ തന്നെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നോ, അതെയോ പിന്നെ തീരുമാനിക്കാം കുറച്ചുകൂടെ കഴിയട്ടെ, ആ ഒരു രീതിയിലായിരുന്നു അവർ? അത് പറഞ്ഞത് അവർ പറഞ്ഞു, ഇത്ര കൊച്ചല്ലേ, പോകാൻ പ്രായപൂർത്തിയായിട്ടില്ല, തിരിച്ചറിവായിട്ടില്ല, നീ പോയാൽ ഉടനെ തിരിച്ചിങ്ങ് പോരാൻ സാധ്യതയുണ്ട്, അവിടുത്തെ സാഹചര്യമായിട്ട് നിനക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും, അവിടെ നീ ചെറുപ്പമായതിന് കോളേജിൽ പോയി പഠിക്കാൻ പറഞ്ഞു. അപ്പം കോളേജിൽ പോകാൻ മാത്രം അങ്ങനെ 2 വർഷം കൂടി കാത്തു നിൽക്കാനുള്ള മാനസിക അവസ്ഥയല്ലായിരുന്നു അന്ന്. എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ള ആ തീവ്രമായ ദാഹത്താൽ എൻ്റെ ആൻറ്റി ഒരു സിസ്റ്ററുണ്ട് തിരുഹൃദയ മഠത്തിലെ, ആൻറ്റിയോട് വിവരമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൻറ്റി വഴി അധികാരികളുടെ അടുത്ത് പോയി. അപ്പോഴവരും പറഞ്ഞു പ്രായമായില്ല, പഠിച്ചിട്ട് വരാം. അപ്പം പിന്നെയും പഠിക്കണമെങ്കിൽ 2 വർഷം കൂടി നഷ്ടപ്പെടുന്നതുകൊണ്ട് വെറുതെ പോയി എൻ്റെ ആൻറ്റി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, എൻ്റെ മഠത്തിൽ വന്ന് നിനക്കിത് പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി 2-3 മാസം അവിടെ പോയി താമസിച്ചു. അവിടെ താമസിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. നല്ല സിസ്റ്റേഴ്സ്, നല്ല സന്തോഷവും അവരുടെ റിക്രിയേഷനും പ്രാർത്ഥനയൊക്കെ എൻ്റെ മനസ്സിൽ ഏറെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്നിട്ട് പിറ്റേ വർഷം തന്നെ ഉടനെ തന്നെ മഠത്തിൽ പോയി ചേർന്നു. ഞാൻ ചെറുപ്പം മുതലേ കുട്ടിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചായിട്ട് എനിക്ക് തോന്നി.
അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പോരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം 10ാം ക്ലാസ് പാസ്സായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ 1 വർഷം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് മടത്തി നിർത്തിയിട്ട് തയ്യലൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. അന്ന് വെച്ച് പിന്നെ ആ വർഷം പോയി അലഞ്ഞിയിൽ പോയി തയ്യൽ പഠിച്ചു. അടുത്ത കൊല്ലം വരാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഒന്നുകൂടെ ഉറയ്ക്കട്ടെ എന്ന് ഞാൻ കരുതി. അപ്പം പിറ്റേ കൊല്ലം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കുട്ടിയെ പാലായിക്കൊണ്ട് പ്രൊഫഷണലമ്മയെ കാണിച്ച് അവിടെ ഏൽപ്പിച്ചു. വീട്ടുകാർക്ക് എൻ്റെ കൂടെ പോയിടുന്നതിൽ ഒരു വിഷമവും ഇല്ലായിരുന്നു. സന്തോഷത്തോടെ അവർ വിട്ടു. വളർന്നു വന്നപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പിടിച്ച് വളർന്നും ജോലി ചെയ്തും വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയുള്ളൂ. ഈ അത്യാവശ്യമുള്ള ജോലികളിൽ ഏറ്റവും ആവശ്യം ഇപ്പോൾ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു രംഗമാണ്. കൂടുതൽ രോഗികളും വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ ആ രംഗത്ത് ജോലി ചെയ്യുന്നതിന്. നമുക്കറിയാം പല സഭകളും ഉണ്ട്. എന്തുകൊണ്ടാണ് സേക്രഡ് ഹാർട്ട് എന്ന സഭ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം? എൻ്റെ മനസ്സിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈശോയുടെ തിരുഹൃദയത്തോട് വളരെ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ ഈശോയുടെ തിരുഹൃദയ രൂപം കാണുമ്പോൾ. പിന്നെ തിരുഹൃദയ രൂപത്തിൻ്റെ ഒരു വണക്കമാസമൊക്കെ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സിസ്റ്റർ ആദ്യമായി സന്യാസിനി ജീവിതം തുടങ്ങിയതിന് ശേഷം ഏത് കോൺവെൻറ്റിലാണ് ആദ്യമേ ജോയിൻ ചെയ്തത്? ഞാൻ ജോയിൻ ചെയ്തത് ഞങ്ങളുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ഫോർമേഷൻ ഹൗസ് അന്ന് കുരുവനാലാണ്, പാലായടുത്ത ഒരു സ്ഥലം കുരുവനാൽ. അപ്പം ഞങ്ങളുടെ ബാച്ചിൽ 12 പേരുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ആദ്യത്തെ ദിവസം എല്ലാവർക്കും ആദ്യമായി വീട്ടിൽ നിന്ന് മാറുന്നതിൻ്റെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. എങ്കിലും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞ് തമാശകൾ പറയുകയും ഒപ്പം ഗൗരവമായ സന്യാസ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തെ പറ്റിയുള്ള ആഴമായ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് മിസ്റ്റസ് ഉണ്ട്. ഞങ്ങളുടെ ഇങ്ങനെ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ മിസ്റ്റസ് എന്ന് പറയും. സ്പിരിച്വലായിട്ട് നമ്മളെ നയിക്കാനുള്ള ആ മിസ്റ്റസിൻ്റെ പരിശീലനത്തിൽ അവിടെ ആയിരിക്കുകയും ജീവിക്കാൻ വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. മിസ്ട്രസ് എന്ന് പറയുമ്പം നമ്മൾക്ക് അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടത് അമ്മയുടെ നിലയിൽ നിന്നുകൊണ്ട് നമ്മളെ വളർത്താൻ വേണ്ട എല്ലാം പറഞ്ഞു തന്ന് നമ്മളെ സഹായിക്കുന്ന ഒരവസ്ഥ. പിന്നെ വീട്ടിൽ ഒത്തിരി പേരുള്ള വീട്ടിലാണ്, ഞങ്ങൾ 9 മക്കളുള്ള വീട്ടിലെയാണ് ഞാൻ. പക്ഷെ മടത്തി വന്നപ്പോഴും 13-12 പേരുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആളുടെ കുറവൊന്നും തോന്നിയില്ല. എല്ലാവരുടെയും ആ സാന്നിധ്യവും സാമീപ്യവും സഹകരണവും അതെല്ലാം വളരെ വലിയ ആനന്ദത്തിൻ്റെ ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും ഒരു സങ്കടം തോന്നിയിട്ടില്ല. ഈ സൈക്കാട്രിസ്റ്റ് എന്ന പഠനത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? സൈക്കാട്രിസ്റ്റ് ആകാൻ കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ വ്യക്തമായും പറഞ്ഞാൽ എനിക്ക് സൈക്കാട്രിസ്റ്റ് ആകാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഒന്ന്, ഈ സൈക്കാട്രിക് പേഷ്യൻ്റിനെയൊക്കെ കാണുമ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഒരു മനസ്സിൽ ഭയങ്കരമായ ഭയം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത് സഫയിൽ, പ്രത്യേകിച്ച് ബിഷപ്പ് ഐലൻഡ് മെഡിക്കൽ സെൻ്ററിൽ 93 സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 93 സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു നീഡാണ്, പ്രത്യേകിച്ച് മാനസിക രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ഒപ്പം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുമ്പോൾ വേദനിക്കുന്നവർക്കും ഒറ്റപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ സമാധാനം കൊടുത്ത് കർത്താവിൻ്റെ കാരുണ്യം അവരിലേക്ക് ഒഴുക്കാനുള്ള ഒരു വിളിയാണ് ഞങ്ങളുടെ ദൈവവിളിയുടെ തന്നെ പ്രത്യേക ലക്ഷ്യം. അപ്പോൾ അങ്ങനെ സഭയുടെ ആവശ്യം എന്നത് മനസ്സിലാക്കി അധികാരികൾ എന്നോട് ചോദിക്കുകയാണ്, സൈക്കാട്രിസ്റ്റ് ആകാൻ അല്ലെങ്കിൽ MDക്ക് PG ചെയ്യാൻ പോകാമോ സൈക്കാട്രി? അപ്പോൾ ആദ്യമേ ഒരു ഭയം തോന്നിയെങ്കിലും ഞാൻ അതിന് തീരുമാനമെടുക്കുന്നതിന് മുമ്പായി വളരെയേറെ ആലോചിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചു. മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി ഞാനൊരു 3 ആഴ്ച ധ്യാനം കൂടി. അതിനുശേഷം അവിടെയുള്ള അച്ഛന്മാരും പ്രത്യേകിച്ച് പനക്കലച്ഛൻ്റെ നിർദ്ദേശമൊക്കെ പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോക്കോ, കർത്താവ് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു സന്ദേശം എനിക്ക് ലഭിക്കുകയും അങ്ങനെ ഒരു വലിയ ശക്തി കിട്ടി. ഞാൻ അങ്ങനെ സൈക്കാട്രി PG ചെയ്യാനായിട്ട് പോയത്. സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ എന്നുള്ള മേഖലകളിലാണ് സെലക്ട് ചെയ്യാറ്. എന്തുകൊണ്ടാണ് സൈക്കാട്രി എന്നുള്ള വിഭാഗത്തിലേക്ക് പോകാനിടയായ സാഹചര്യം? അത് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ളവർ ഏറെ ഇല്ലായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. ഒന്ന് പൈങ്കുളത്തുള്ള ഡോക്ടർ ഏഞ്ചൽ, പിന്നെ എനിക്കറിയാവുന്ന ഡോക്ടർ കാർമിലി കാഞ്ഞിരപ്പള്ളിയിൽ. അതിനുശേഷം ഉണ്ടായ എൻ്റെ അറിവിൽ 3-ാമത്തെ സൈക്കാട്രിസ്റ്റാണ്.
അപ്പം അങ്ങനെ ഉള്ള കാലഘട്ടങ്ങളിൽ അവർ നല്ലപോലെ പ്രചോദിപ്പിക്കുമായിരുന്നു. എന്നെ ഡോക്ടർ ഏഞ്ചൽ കാണുമ്പോഴൊക്കെ പറയും, നല്ലതാ, എനിക്ക് പറ്റിയ സ്പെഷ്യാലിറ്റിയാണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോ, നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പുള്ളിയുടെ മാതൃക എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. നല്ലപോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, രോഗികളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഡോക്ടറായിരുന്നു ഡോക്ടർ ഏഞ്ചൽ. പിന്നെ എനിക്ക് വലിയ പ്രതിസന്ധി എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. രോഗികൾ എന്നെ ഇതുവരെ ഒന്നും ആക്രമിച്ചിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ ആ വലിയ ശക്തമായ കരത്തിന് കീഴിൽ ഞാൻ നിന്നു, പ്രാർത്ഥിച്ചു, കർത്താവ് സംരക്ഷണമേകി. ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഏറെ ഇഷ്ടമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ. കാരണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓരോ വ്യക്തിയുടെ സമഗ്രമായ വിമോചനത്തിന്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കുടുംബത്തിൻ്റെയും ആ ഒരു രക്ഷ അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനാണ് ഏറ്റവും അധികം സാധിക്കുന്നതെന്ന് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ബോധ്യം. ഈ പഠനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇത്രയും കാലഘട്ടത്തെ ചികിത്സയുടെ ഒരു വെളിച്ചത്തിൽ ഇപ്പോൾ ഉള്ള മാനസിക രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. സൈക്കാട്രി തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവിടെ വരുന്ന അസുഖങ്ങളായിട്ട് ഏതെല്ലാം അസുഖങ്ങളുള്ള പേഷ്യൻസാണ് വരാറ്? അവിടെ സൈക്കാട്രിയിൽ വരുന്ന രോഗികളെ മൊത്തമായി എടുത്താൽ ഒന്ന് പിന്നെ സ്കിസോഫ്രേനിയ എന്ന് പറയപ്പെടുന്ന ഒരു ക്രോണിക് ഇൽനെസ്സാണ്, മാനസിക രോഗത്തിൻ്റെ ഒരു പേരത്. കൂടാതെ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന തരം രോഗികൾ വരുന്നുണ്ട്. അത് രണ്ടുമാണ് മാനസിക രോഗത്തിൽ ഏറ്റവും കൂടി നിൽക്കുന്നത്. പിന്നെ ഈ കാലയളവിൽ കുട്ടികളിൽ വളരെയേറെ സ്വഭാവ വൈകല്യങ്ങൾ, വ്യക്തിത്വ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള രോഗികളാണ് അവിടെ വരുന്നത്. അതുപോലെ പ്രായമായവരിൽ ആൽസൈമേഴ്സ്, ഡെമൻഷ്യ, അല്ലെങ്കിൽ പല ഓർഗാനിക് സൈക്കാട്രിക് ഡിസോർഡർ, അതായത് പ്രായമാകുമ്പോൾ മറ്റ് രോഗം കൂടി എല്ലാവരിലും ഉണ്ടാകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രഷർ, അല്ലെങ്കിൽ ഡയബറ്റിക്, ഹാർട്ട് ഡിസീസ്, ട്യൂമർ, ഇങ്ങനെ വിവിധങ്ങളായ ശാരീരിക രോഗമുള്ള വ്യക്തിക്കും മാനസികമായ പ്രശ്നങ്ങൾ ഇതിനോടുകൂടി ഉണ്ടാവാം. അതിൻ്റെ കാരണങ്ങളൊന്ന്, അവർ കഴിക്കുന്ന മരുന്നിനാൽ തന്നെ പ്രശ്നം ഉണ്ടാകാം. രണ്ട്, അവരുടെ രോഗത്തെ പ്രായവുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരത്തിലെ സെല്ലുകൾ ചുരുങ്ങുന്നത് കൊണ്ടുണ്ടാവാം. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളുള്ളവർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ആയവരുടെ എണ്ണം, സംഖ്യ ഏറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ പോലും, സ്കൂൾ കുട്ടികളിൽ പോലും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തികൾ വർദ്ധിച്ച് അവരുടെ പഠനമെല്ലാം നശിച്ച് തിന്മയിലേക്ക് നീങ്ങുന്ന ഒരു പ്രശ്നങ്ങൾ വളരെയേറെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന യുവതലമുറയും ഇന്ന് ഏറെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ആധുനിക ലോകത്തിൽ മൊബൈൽ, ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ലവ് അഫെയർ, കുരുക്കിലൊക്കെ പെട്ട് ജീവിതം പരാജയപ്പെട്ടു പോകുന്ന ഒത്തിരിയേറെ കുട്ടികളുണ്ട്. അതുമൂലം നിരാശയിലാകുന്നു, ആത്മഹത്യാ പ്രവണതയാകുന്നു. ഇങ്ങനെ തകർന്നടിയുന്ന കൊണ്ടിരിക്കുന്ന ഒരു തലമുറ വർദ്ധിച്ചു വരികയാണ് എന്നത് ആണ് യാഥാർത്ഥ്യം. പണ്ട് കാലത്തേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അബ്നോർമലായിട്ടുള്ള പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ടല്ലോ അതങ്ങനെ സംഭവിക്കുന്നത്. അതിന് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും റോളുണ്ടോ? കുടുംബത്തിനേറെ പങ്കുണ്ട് ഒരു വ്യക്തിയുടെ മാനസികമായ ആരോഗ്യത്തിന്. മാതാപിതാക്കളും മക്കളും തമ്മിലും, അതോടൊപ്പം തന്നെ ഭാര്യാഭർത്തൃബന്ധങ്ങളും ആഴമായത് ആണെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ വളരെ ആരോഗ്യമുള്ള കുട്ടികൾ വളരുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലുണ്ടായ ഒരു പ്രശ്നം, എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിക്കായി പോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടതായ ശിക്ഷണം കിട്ടുന്നില്ല. ശിക്ഷണം കിട്ടാത്തതും അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ കൊടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ കുട്ടികളും പഠനത്തിനായി പോവുകയും പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. SSLC ഒക്കെ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ അവരെ വേഗം അവരുടെ എൻട്രൻസിന് വേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധയിലേക്കാണ് മാതാപിതാക്കളും. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന കുട്ടികൾക്ക് ഞായറാഴ്ച കുർബാന പോലും മുടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളർന്നു വരുന്നു. അവർ പഠിക്കുന്നു, പഠനകാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നു. അവർ ഒരു ജോലിയിലാകുന്നു, അവർ വിവാഹിതരാകുന്നു. പലപ്പോഴും ഇന്ന് വിവാഹമോചനത്തിൻ്റെയൊക്കെ പിന്നിൽ ആഴമായ ആ ഒരു വിശ്വാസത്തിൽ നിന്ന്, ദൈവത്തിലുള്ള ആഴമായ
ആശ്രയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആഴമായ വിശ്വാസവും ദൈവാശ്രയ ബോധവും ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ പരസ്പരമുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ മാതാപിതാക്കളുമായി തുറന്നു പറയുകയും, അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള തുറവിയും അതുപോലെ ആഴമായ ബന്ധങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മാനസിക രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക വൈകല്യത്തിൻ്റെ അല്ലെങ്കിൽ പിരിമുറുക്കത്തിന് അല്ലെങ്കിൽ ആത്മഹത്യയ്ക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറവ് വരുത്താനായിട്ട് സാധിക്കും.